ഇൻഡിഗോ എയർലൈൻസിന്റെ നൂറുകണക്കിന് ഫ്ലൈറ്റ്സ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡെയിലി ക്യാൻസൽ ആവുന്നത്. ഇത് കാരണം 10,000-കണക്കിന് പാസഞ്ചേഴ്സ് എയർപോർട്ടിൽ പെട്ടുപോയി. സെൻട്രൽ ഗവൺമെന്റ് 2024 ജാനുവരിയിൽ റിലീസ് ചെയ്ത ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം റെഗുലേഷൻ റൂൾസ് ആണ് ഇതിന് കാരണം. ഈ റൂൾസ് പ്രകാരം ആഴ്ചയിൽ വെറും 36 മണിക്കൂർ മാത്രം മതിയായിരുന്ന പൈലറ്റുമാരുടെ റെസ്റ്റ് പീരീഡ് 48 മണിക്കൂറായിട്ട് ഉയർത്തി. മാത്രമല്ല, ഒരാഴ്ചയിൽ ഒരു പൈലറ്റിന് അലോ ചെയ്തിരുന്ന 6 നൈറ്റ് ലാൻഡിങ് 2 നൈറ്റ് ലാൻഡിങ് ആയിട്ട് കുറച്ചു. ഫ്ലൈറ്റിന്റെ സേഫ്റ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റൂൾസ് കൊണ്ടുവന്നത്. പക്ഷേ ഈ റൂൾസ് നടപ്പാക്കാൻ എയർലൈൻസിന് കൂടുതൽ സ്റ്റാഫിനെ ഹയർ ചെയ്യണം. അതിനുവേണ്ടി 2 വർഷത്തെ ഒരു വിൻഡോ സെൻട്രൽ ഗവൺമെന്റ് അലോ ചെയ്തിരുന്നു. പക്ഷേ ഇൻഡിഗോ എയർലൈൻസ് ഈ വിൻഡോയിൽ കൂടുതൽ ആളുകളെ ഹയർ ചെയ്തില്ല. അവർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന ലീൻ മാൻ പവർ പോളിസി, അതായത് കുറച്ച് ആളുകളെ വെച്ച് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന അതേ പോളിസി തന്നെ കണ്ടിന്യൂ ചെയ്തു. സോ ഈ റൂൾസ് നിലവിൽ വന്നപ്പോൾ ഇൻഡിഗോ എയർലൈൻസിന്റെ മെജോറിറ്റി പൈലറ്റുമാരും ഒന്നുകിൽ നൈറ്റ് ലാൻഡിംഗ് റെഗുലേഷൻസോ അല്ലെങ്കിൽ റെസ്റ്റ് ടൈം റെഗുലേഷൻസോ കാരണം ഫ്ലൈ ചെയ്യാൻ അൺഫിറ്റായി. ഇതിന്റെ ഒപ്പം ഇൻഡിഗോയുടെ സോഫ്റ്റ്വെയറിൽ വന്ന കുറച്ച് ഗ്ലിച്ചസുമാണ് ഇപ്പോൾ ഉണ്ടായ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് കാരിയർ ആയിട്ടുള്ള ഇൻഡിഗോയ്ക്ക് സംഭവിച്ച ഈ പ്രശ്നം പക്ഷെ ക്യാഷിങ് ചെയ്യാനാണ് ബാക്കിയുള്ള എയർലൈൻസ് ശ്രമിക്കുന്നത്. അവരവരുടെ ടിക്കറ്റ് റേറ്റ്സ് കുത്തനെ ഉയർത്തി. ഡിസംബർ 5 ഡൽഹി മുതൽ ബാംഗ്ലൂർ വരെയുള്ള എയർ ഇന്ത്യയുടെ ടിക്കറ്റ് റേറ്റ് 1 ലക്ഷം രൂപയിലും മുകളിലായിരുന്നു കോസ്റ്റ്. ഇൻഡിഗോയുടെ CEO പുറത്തുവിട്ട പ്രസ് റിലീസ് അനുസരിച്ച് ഫ്ലൈറ്റ് ക്യാൻസൽ ആയ പാസഞ്ചേഴ്സിന് അവരുടെ പൈസ ഫുള്ളി റീഫണ്ട് ചെയ്യോ റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വൈകാതെ തന്നെ ഓപ്പൺ ആവും. പ്രശ്നങ്ങൾ ഇത്രയും വഷളായതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ഈ റൂൾസ് ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉടനെ ഉണ്ടാവുമായിരിക്കും.